19 കിഡ്സിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബലൂണ് അത്രമേൽ മനോഹരമായിരുന്നു അല്ലേ. കുട്ടിക്കാലത്ത് ഉത്സവപ്പറമ്പ് പോയാൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ ബലൂൺ അല്ലേ. നമുക്ക് കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. അപൂർവമായിട്ട് ഉത്സവപ്പറമ്പിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഇതാ ഈ ബലൂൺ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് അന്ന് ആ ആൾക്ക് മാത്രമല്ലേ അറിയൂ, ഇന്നിതാ എനിക്കും അറിയാം. കുറേയൊക്കെ ശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വീർപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഈ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടത് ബലൂൺ ഇതിൻ്റെ കയറെന്ന് പറയുമ്പോൾ വലിയ വെള്ളം കോരുന്ന കയറൊന്നും അല്ലേ, നമ്മുടെ ചെറിയ റബ്ബർ കയർ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ഞാൻ പോയത് ഒരു സൂപ്പർ മാർക്കറ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു ചന്ത വൈബാണ്. ചന്തയിൽ പോയിട്ട് ചന്തക്കാരനോട് ചോദിച്ചു ഇത് എവിടുന്നാ വാങ്ങി. അയാൾ ആദ്യം ഒരു മടി കാണിച്ചെങ്കിലും പതിയെ അയാൾ പറഞ്ഞു തന്നു കേട്ടോ, ഇതെവിടെയാണ് ഈ സാധനം എവിടെയാണ് കിട്ടാൻ. നമ്മുടെ കൊയിലാണ്ടി തന്നെ ഈ ഒരു ബലൂണ് കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഒരു പാക്കറ്റ് ബലൂണിന് നല്ല പൈസയൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തിന് മോശം വരുന്നതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ബലൂണ് വാങ്ങി വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. കാരണം എന്തായിരുന്നു, അത്രമേൽ ശ്വാസം ഇതിൽ നിറയ്ക്കാൻ ആവശ്യമാണല്ലോ. കാരണം കണ്ടാൽ കുടവയറും വലിയ മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ കുറച്ച് ശ്വാസമുള്ള പോലെ എനിക്ക് ഈ ബലൂൺ വീർപ്പിക്കാൻ തോന്നി കേട്ടോ. ഞാൻ മൊത്തമായിട്ട് കാര്യമാവുന്ന പോലെ തോന്നി. അപ്പോൾ ആദ്യത്തെ ബലൂണ് ഞാൻ വീർപ്പിച്ചു, പക്ഷേ സക്സസ് ആയില്ല എന്നെനിക്ക് തോന്നി. ബലൂണ് പൊട്ടി. നല്ല സുഖമുണ്ടായിരുന്നു വീർപ്പിക്കാൻ പാകഞ്ഞ്. കുട്ടിക്കാലത്തേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ സമയം ആ അനുഭവം അതൊക്കെ അന്നേരമല്ലേ കിട്ടും. ഇപ്പോഴും നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവം നമ്മളിപ്പോഴും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷേ ആ കുട്ടിക്കാലത്തുള്ള ബലൂണ് പൊട്ടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സങ്കടമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ. ബലൂണ് പൊട്ടി അടുത്ത ബലൂൺ എടുത്ത് വീർപ്പിക്കാമല്ലോ എന്നുള്ളൊരു തോന്നിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് പണ്ട് ബലൂണ് കിട്ടില്ലായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് കോട്ടയിൽ ഉത്സവത്തിനും കൊങ്ങന്നൂർ ഉത്സവത്തിനൊക്കെ ആയിരുന്നു അമ്മേൻ്റെ അച്ഛൻ ബലൂൺ എന്താ പറയുക അപ്രതീക്ഷിതമായി വാങ്ങിത്തരാറ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബലൂണ് വാങ്ങി വീർപ്പിക്കുന്നത്. അന്നൊക്കെ ബലൂൺ കിട്ടി നമ്മൾ വീർപ്പിച്ച് കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടുന്ന അറിയില്ലേ. ഞാൻ പറയും പൊട്ടിയാൽ ഭയങ്കര സങ്കടം. കാരണം അന്ന് ബലൂൺ വാങ്ങി തന്ന പൊട്ടിയാലും പ്രശ്നമാണ്. ചീത്ത പറയും ബലൂൺ പൈസ വാങ്ങിയിട്ട് പൊട്ടിച്ചു എന്ന്. പക്ഷേ അപ്പോൾ പറയും കുട്ടികളല്ലേ പൊട്ടുമെന്ന് പറയും കേട്ടോ. എന്നാലും ഇന്നെനിക്ക് ഈ ഒരു ബലൂണിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പച്ചയും മഞ്ഞയും കുത്തൊക്കെ വരുന്ന ബലൂൺ അത് അപൂർവമായിട്ടാണ് കാണാൻ കഴിയും. കിഴൂർ ചന്തയിൽ പോയപ്പോൾ ചന്ത മൊത്തം കറങ്ങിയിട്ടും ബലൂണ് കിട്ടാൻ ചാൻസ് കുറവായി. ഒരു ഇടത്തേറ്റാണ് ആ ബലൂൺ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പാക്ക് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം കുഞ്ഞുവാവയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇതായി കൊടുക്കട്ടോ. എനിക്ക് നഷ്ടപ്പെട്ട പല അനുഭവങ്ങളും അവളുടെ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.